UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും നിരവധി വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ വന്നു. ഇപ്പോൾ വരുന്നത് വിഴിഞ്ഞം പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മാത്രമാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം അദാനി പോർട്ടിന്റെ ഷെയർ MSC കമ്പനിക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു മന്ത്രിമാരോ വേറെ ഒരു നേതാക്കളോ ആരെങ്കിലും ഇത് ആരുമായിട്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, സർക്കാരിൽ എവിടെയും പറിച്ചില്ല. ഇത് വി.ഡി. സതീശൻ തന്നെ പറയാം. ഔദ്യോഗികമായിട്ട് സർക്കാരിനെ ഒരു വിവരവും അറിയിച്ചിട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ തന്നെ പറയുന്നത്. അതേ സ്ഥാനത്ത് വി.ഡി. സതീശൻ തന്നെ അനൗദ്യോഗികമായിട്ട് കിട്ടിയോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ വി.ഡി. സതീശനെ അനൗദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സംഭവം വിവാദം വളരെയേറെ കത്തി നിൽക്കുകയാണ്. വന്ന് അധികാരത്തിലെത്തി ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത്രയും വലിയൊരു വിവാദം വന്നത് എന്തായാലും UDF ഒരു തിരിച്ചടിയാവുന്നല്ലേ തോന്നുന്നത്? അല്ല, വിഴിഞ്ഞം എന്ന് പറയുന്നത് എക്കാലത്തും കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളം പല രീതിയിൽ ചർച്ച ചെയ്തതാണ്. പല രാഷ്ട്രീയ സമവാക്യങ്ങൾ നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി ആരുടേതാണ് എന്ന് പോലും കേരളത്തിന് ഇന്നും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2001 ആന്റണി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് വിഴിഞ്ഞം പദ്ധതിക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് അദാനിയുമായി ഒരു കരാറിലേക്ക് ഏർപ്പെടാം അല്ലെങ്കിൽ അദാനിക്ക് വിഴിഞ്ഞം പോർട്ടുമായി ഒരു ബന്ധമുണ്ടാക്കാം, കരാറിൽ ഏർപ്പെടാമെന്ന് തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് UDF-ന്റേതാണ് എന്ന് UDF വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 10 വർഷം പിണറായി വിജയൻ സർക്കാരാണ് മറ്റു കാര്യങ്ങൾ ചെയ്തത്, കല്ലിടുക മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് LDF വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് LDF-ന്റെ പദ്ധതിയാണെന്ന്. സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുന്ന പദ്ധതി ഏത് മുന്നണിയുടെ പദ്ധതി എന്നല്ല ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഏത് പദ്ധതിയും സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുമോ എന്നത് മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയമായി വരുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞത്തിന്റെ തുടക്കം മുതൽ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ അഴിമതിയാണ്, 500 കോടിയോളം രൂപയുടെ അഴിമതിയാണ് അന്നത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ LDF ആരോപിച്ചത്. പിന്നീട് ആ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് വലിയ വിവാദങ്ങളായിരുന്നു. പിന്നെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ പിണറായി വിജയൻ പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അന്നത്തെ ദേശാഭിമാനി പത്രം വരെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അദാനിയുമായി നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഈ വി.ഡി. സതീശൻ അദാനിയുടെ ഒരു ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് പോയി, ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം അന്ന് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് എന്താണ് ചർച്ച ചെയ്തതെന്നോ എന്നും ഒരാൾക്കും അറിയില്ല. എന്താണെന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അതെന്തോ ഒരു വേറൊരു മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വിവാദമായിരുന്നു. അപ്പോഴൊക്കെ വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറി എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞു അങ്ങ് പോവുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഇതുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ അതിന് വീണ്ടും ആ സംഭവം കൂടി വീണ്ടും പൊങ്ങി വരികയാണ്. അല്ല, അന്നേ ആ ഒരു കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്നൊക്കെ അന്ന് LDF പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് അതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദാനി ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിക്കുകയാണ്, അദാനി കമ്പനിക്ക് MSC എന്ന് പറയുന്ന കമ്പനിക്ക് ഓഹരി വിൽക്കാൻ പോകുന്ന കാര്യം സർക്കാർ അറിഞ്ഞില്ലേ? കാര്യം അദാനിക്ക് ഇത് കൊടുക്കുമ്പോൾ പോലും ഇതിന്റെ വിഴിഞ്ഞം പോർട്ടിന്റെ അവകാശി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. ഏത് സർക്കാരാണ്, മാറി മാറി വരുന്ന ഏത് സർക്കാരായാലും യഥാർത്ഥ അവകാശി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഭയിൽ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞത് പത്രത്തിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ വാർത്തകൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്, എനിക്ക് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. വൈകുന്നേരം തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്ന് സർക്കാരിന് മെയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാരിന് സന്ദേശം വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വിൽക്കാൻ പോവുകയാണ്. അത് ഏറ്റവും അവസാനമാണ്, ഒരു ഓഹരി വിൽക്കുന്നതിന് ഏറ്റവും അവസാനം സർക്കാരിനെ അറിയിച്ചാൽ മതി എന്നാണ്. അതേ രീതി തന്നെയാണ് അദാനിയും പിന്തുടർന്നത്. പക്ഷെ അദാനി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായാണ് കൊണ്ടുപോയത്. സെബിയിൽ നിന്ന് പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് പോലും എടുക്കേണ്ട എല്ലാം അനുമതി നേടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തിനോ ഈ ഓഹരി കച്ചവടത്തിൽ യാതൊരുവിധ ലാഭവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ MSC കമ്പനിയിലേക്ക് പോകും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അതൊരു ഷിപ്പിംഗ് കമ്പനി കൂടി ആയതുകൊണ്ട് മറ്റു ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇതുമായിട്ട് വിഴിഞ്ഞുമായിട്ടൊരു അകൽച്ച വരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വരാൻ സാധ്യതയുണ്ടോ എന്നും കൂടി ഇപ്പൊ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ സെബിക്കും
അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും എല്ലാവിധ പെർമിഷനും അനുമതി മേടിച്ച അദാനിക്ക് എന്തുകൊണ്ട് കേരള സർക്കാരിനെ അറിയിക്കണം എന്നുള്ള കാര്യം അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അറിയില്ല എന്നല്ല, മനഃപൂർവ്വം ഒളിച്ചു വെച്ചതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. ഏറ്റവും അവസാനത്തെ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കരാറ് ചട്ടം അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് പോകുമ്പോൾ ഓഹരി മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ അത്തരം കരാറുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനം സർക്കാരിന് കാര്യം സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നായിരിക്കണം അദാനി ഗ്രൂപ്പിന് വാദിക്കാൻ പോകുന്നത്. സെബി ഉൾപ്പെടെയുള്ള അനുമതികൾ ലഭിച്ചാൽ മാത്രമേ ഇത് ഓഹരി കച്ചവടം നടക്കൂ അല്ലെങ്കിൽ ഓഹരി കരാറുമായി മുന്നോട്ട് പോകാനാകൂ. അപ്പോൾ ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സഭയിൽ ഈ വിഷയം പറയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വൈകുന്നേരം തന്നെ കത്ത് വരുന്നു. ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആരൊക്കെയാണ് ഇതിൽ ഇടപെടാൻ അല്ലെങ്കിൽ ഏത് വകുപ്പുകൾക്കാണ് ഇതിൽ പ്രധാനമായി ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് 4 വകുപ്പുകളാണ്. പ്രധാനമായി 4 വകുപ്പുകൾക്കാണ്. ഒന്ന് ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, തുറമുഖ വകുപ്പ്, പിന്നെ മുഖ്യമന്ത്രി. ഇത് 4ഉം ഒരാളാണ്, വി ഡി സതീശൻ മാത്രം. ഇത് 4ഉം അല്ലെങ്കിൽ 2 വകുപ്പ് മുഖ്യമന്ത്രി എന്ന് പറയുന്നതും തുറമുഖ വകുപ്പ് മന്ത്രിയും വി ഡി സതീശനും, ധനകാര്യ വകുപ്പ് മന്ത്രി മറ്റൊരാളും, നിയമവകുപ്പ് മന്ത്രി മറ്റൊരാളുമാണ് എങ്കിൽ 3 പേരുമായി ചർച്ച നടത്തിയിട്ടാണ്. ഇവരുടെയൊക്കെ അനുമതി വാങ്ങണമായിരുന്നു. ഇതിപ്പോ എല്ലാത്തിനും ഓരോന്ന് എത്തുന്നത് എല്ലാം മുഖ്യമന്ത്രി വി ഡി സതീശനിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇതിപ്പോ സെക്രട്ടറിയാണ് പരിശോധിക്കുക. തുറമുഖ വകുപ്പ് സെക്രട്ടറി പരിശോധിച്ചിട്ട് കത്ത് നൽകുന്നത് വി ഡി സതീശനാണ്. തുറമുഖ മന്ത്രി എന്ന നിലയിൽ, നിയമമന്ത്രി എന്ന നിലയിലും അതേ കത്ത് വി ഡി സതീശനാണ്. ഇത് മുഖ്യമന്ത്രി എന്ന നിലയിലായാൽ പോലും അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലും എല്ലാ കത്തുകളും എത്തുന്നത് വി ഡി സതീശനിലേക്ക് തന്നെയാണ്. അപ്പോൾ തനിക്ക് തന്നെ തീരുമാനമെടുക്കാം. മുഖ്യമന്ത്രിയായ വി ഡി സതീശന് വിഴിഞ്ഞം പദ്ധതിയിൽ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റാർക്കും കേരളത്തിലെ MLA മാർക്കോ മന്ത്രിമാരോടോ ഒന്നും അഭിപ്രായം ചോദിക്കാതെ ഏകാധിപത്യ രീതിയിൽ വി ഡി സതീശന് തന്നെ തീരുമാനം എടുക്കാമെന്ന ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരാൾക്ക് തന്നെ 4 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അഭിപ്രായം എനിക്കില്ല. ഇതിനകത്ത് ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇതേപോലെ സംഭവമായിരുന്നു ഇതിന് തൊട്ടു മുമ്പത്തെ വിവാദമായ സംഭവവും വീരം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വന്നപ്പോഴും അപ്പോഴും വി ഡി സതീശൻ മാത്രമാണ് എല്ലാ തീരുമാനവും എടുത്തുന്നത്. അത് അന്നത്തെ എക്സൈസ് മന്ത്രി അറിയിക്കേണ്ട, കാരണം എക്സൈസ് മന്ത്രിയെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അതങ്ങനെ മതി, ആ ചട്ടം അങ്ങനെ മതി എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അതിലും ഇതേപോലെ തന്നെ വേറെ ആരോടും ചോദിക്കേണ്ട, വി ഡി സതീശന് മാത്രം ഉത്തരവാദിത്വം മതി, അത്രേ ഉള്ളൂ, വേറെ ആരോടും അറിയണ്ട എന്നുള്ളത്. ഇതിലും അതേ വരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. എല്ലാം വി ഡി സതീശന്റെ അണ്ടറിലാണ് ഉള്ളത്. അങ്ങനത്തെ കാര്യങ്ങളിലാണ് പുള്ളി തീരുമാനം എടുക്കുന്നത്. അതൊക്കെ വിവാദത്തിലാവുകയും ചെയ്യുകയാണെന്നല്ലോ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിന് സമുദ്ര മിഷൻ പോലെയുള്ള പദ്ധതികൾ അത്യാവശ്യമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. സഭയിൽ പോലും ആദ്യം അവതരിപ്പിച്ചത് സമുദ്ര മിഷൻ പോലെയുള്ള പദ്ധതികളെ പറ്റിയാണ്. പക്ഷെ അതിന്റെ നടത്തിപ്പിനെ പറ്റി അന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമായി അതെങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കും, അവിടത്തിന് ഫണ്ട് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. മറുവശത്ത് ഒരു ചോദ്യമുണ്ട്, അതും ഇനി അദാനി വഴിയാണോ നടത്താൻ പോകുന്നത്? കേരളത്തെ മുഴുവനായി അദാനിക്ക് എഴുതി കൊടുക്കാനാണോ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? മറുവശത്ത് തുറമുഖ വകുപ്പ് തനിക്ക് വേണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഒന്നിൽ കൂടുതൽ വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. തുറമുഖ വകുപ്പ്, ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, മുഖ്യമന്ത്രി എന്ന പദവി, ഇത് 4ഉം വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ ഒരാൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള ധനകാര്യ വകുപ്പ് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞത് കേരളം സാമ്പത്തികമായി വളരെ പിരിമുറുക്കത്തിലാണ്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും, അദ്ദേഹത്തിന് നന്നായി അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട്, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു MLA-ക്ക് തുറമുഖ വകുപ്പ് കൊടുത്തില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തുറമുഖ വകുപ്പ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊരു MLA-ക്ക് കൊടുത്തുകൂടായിരുന്നോ എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോഴും അവിടെയും മുഖ്യമന്ത്രി തന്നെയാണ് ആ വകുപ്പ് എടുത്തത്. ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് ഏകാധിപത്യ രീതിയിൽ തീരുമാനമെടുക്കാം, പാർട്ടിയോട് മുന്നണിയോട് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ മറുവശത്തേക്ക് വരുമ്പോൾ നിയമപരമായി നോക്കുമ്പോൾ ഇതിലെല്ലാം തീരുമാനമെടുക്കാൻ ഒരാളെ ഉള്ളൂ, മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇനി അദാനിയെ കണ്ടത് അല്ലെങ്കിൽ അദാനിയുടെ ആളുകളെ എന്തിനാണ് അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടത്, അതൊരു ഡീലാണ്. ഇപ്പൊ പ്രതിപക്ഷം ആരോപിക്കുന്നത് വി ഡി സതീശനും അദാനിയും തമ്മിൽ വ്യക്തമായ ഒരു ഡീലുണ്ട്, ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ കേരളത്തിന് അത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം ഒരു ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കേണ്ട കാര്യം. ഒന്നിനും മിണ്ടാതിരിക്കുന്ന ആളല്ല വി ഡി സതീശൻ. മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇതൊരു ഏകാധിപത്യ രീതിയിലാണോ ഈ സർക്കാർ പോകുന്നത്? ഒരു മാസത്തിനിപ്പുറം നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനഹിതം അനുസരിച്ചുള്ള സർക്കാർ ആണെന്ന് പറയുമ്പോൾ പോലും പല വിഷയങ്ങളിലും ഏകാധിപത്യ രീതി സർക്കാർ പിന്തുടരുന്നുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ശരിയായ ദിശയിൽ പിണറായി വിജയനായി മാറുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു വേറെ കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇത്രയും ഒരു മാസമായിട്ട് ഇടതുപക്ഷ സർക്കാരിന് ദിവസവും സഭ കൂടിയ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇടതുപക്ഷത്തിന്റെ മുൻകാല ഭരണത്തെക്കുറിച്ച് പിന്നെ വിമർശിക്കുകയും ട്രോളുകൾക്ക് ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് വൻ റീച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഈ വീഡിയോകൾക്ക്. അതായത് ഓരോ മന്ത്രിമാരും അല്ലെങ്കിൽ MLA-മാരും വന്നിട്ട്
വി.ഡി. സതീശൻ ഉൾപ്പെടെ എല്ലാവരും ഓരോ ദിവസം ഓരോരുത്തർ വന്നിട്ട് പിണറായി വിജയനെയും അല്ലെങ്കിൽ എൽ.ഡി.എഫ് സർക്കാരിനെതിരെയും ട്രോളിക്കൊണ്ടിരിക്കുകയും പരസ്യമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതും തമാശ രൂപേണ, ഹാസ്യ രൂപേണയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ട് ഈ UDF സർക്കാർ നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്തു. കാരണം അവര് നല്ല രീതി കൊള്ളാം, ഇതൊക്കെ എല്ലാവരും കാണാൻ തുടങ്ങി, രസമല്ല എന്താണ് പിണറായി വിജയനെയും ബാക്കിയുള്ള LDF നേതാക്കളെല്ലാം അടിച്ചിരുത്തി എന്നൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു വന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു സംഭവത്തോടു കൂടി, ഈ വിഴിഞ്ഞം സംഭവത്തോടു കൂടി പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് അപ്പം തന്നെ പത്രസമ്മേളനം വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. ഇത് ശരി, ഇതിനകത്ത് എന്തൊക്കെ ഡീലുണ്ട്, ഇത് മുഖ്യമന്ത്രി ചെയ്തത് ശരിയല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ അതിന് വി.ഡി. സതീശൻ നൽകിയ ഒരു മറുപടി എന്ന് പറയുമ്പോൾ അത് അപ്പോഴേക്കും ആളുടെ മുഖഭാവം മാറും. മുമ്പത്തെ വി.ഡി. സതീശനായിരുന്നില്ല ഇന്നലത്തെ നിയമസഭയിൽ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇവരെ നേരത്തെ ആവേശത്തോടു കൂടി എല്ലാ കാര്യത്തിനും കൃത്യമായ മറുപടി കൊടുക്കുന്നതിന് ഇന്നലത്തെ ഒരു സംഭവത്തിന് കൃത്യമെന്ന് പറയാമെങ്കിലും കൃത്യമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, അദാനിയോട് ചോദിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വി.ഡി. സതീശൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചന വീണ്ടും ശക്തമാവുകയാണ്. കാരണം ഇതിനൊരു വ്യക്തമായ മറുപടി വി.ഡി. സതീശന് ഇപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് പറയുമായിരിക്കും. എന്നാലും അത് വരുന്നത് വരെ നമുക്ക് എന്തായാലും ഇതിനൊരു എത്ര ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് വ്യവസായ മന്ത്രിയോട് ഇന്നൊരു കാര്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് വിവാദം ഉണ്ടാക്കാനാണല്ലോ താല്പര്യം, അല്ലാതെ കാര്യങ്ങൾ നടക്കാനല്ലോ, വിവാദം ഉണ്ടാക്കാനാണല്ലോ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞു മറഞ്ഞ രീതിയിലാണ്. അതും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ളൊരു മറുപടി തന്നെയാണ് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം വി.ഡി. സതീശന്റെ എല്ലാ കാര്യങ്ങൾക്കും, വി.ഡി. സതീശൻ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ലീഗ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ വരുന്നത്? അല്ല, അതിന്റെ അകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, പ്രതിപക്ഷം അത്ര സ്ട്രോങ് ആണ് എന്നൊരു അഭിപ്രായം എനിക്കിപ്പോഴും ഇല്ല. പല വിഷയങ്ങളും നന്നായി കത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമായിരുന്നു. എന്നിട്ട് അതൊന്നും തന്നെ കത്തിക്കാതെ ജലപീരങ്കിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് സഭയിൽ അവതരിപ്പിക്കുന്ന സ്വയം കോമാളികളാകാൻ വേണ്ടി പ്രതിപക്ഷം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ മാത്രം തെറ്റാണ്. അത് അവർ തിരുത്തുക തന്നെ വേണം. 9 പേരുമായി പ്രതിപക്ഷത്ത് ഇരുന്നവർ പോലെ, അല്ലെങ്കിൽ കേരള നിയമസഭയിൽ 9 പേരുമായി ഇരുന്ന് പ്രതിപക്ഷം സ്ട്രോങ് ആയി നിന്നിരുന്ന കാലം പോലും ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അവർക്ക് അംഗങ്ങൾ കുറവാണെങ്കിലും ശക്തമായ ഒരു പ്രതിപക്ഷമായി അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. പിന്നെ സർക്കാർ വന്ന് 1 മാസം കഴിയുമ്പോൾ ഹണിമൂൺ പീരീഡ് ആണ് എന്ന് LDF കരുതിയോ? കാര്യം LDF അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്ന ഒരു മുന്നണിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രതിപക്ഷം സ്ട്രോങ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. മറുവശത്ത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഒന്ന് ചിന്തിച്ചിട്ട് വിലയിരുത്തിയിട്ട് മാത്രം സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. MSCക്കാണ് ഇപ്പോൾ അദാനി കരാർ നൽകുക, അല്ലെങ്കിൽ MSCയുമായാണ് ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്ത് വിളിച്ചിരുന്ന കോൺക്ലേവിൽ MSC പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കം എന്ന് പറഞ്ഞ ദേശാഭിമാനി പത്രത്തിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് തിരുത്തി എഴുതേണ്ട അവസ്ഥ ദേശാഭിമാനിക്ക് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വി.ഡി. സതീശന് തിരിച്ചു പറയാനുള്ള വകുപ്പ് അപ്പുറത്ത് തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുണ്ട് എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഈ വിഷയത്തിൽ കടന്നാക്രമിക്കാനൊന്നും പ്രതിപക്ഷത്തിന് കഴിയില്ല. അവർക്ക് പരിമിതികൾ ഈ വിഷയത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മറുവശത്ത് LDF സർക്കാരിനെ പോലെ അല്ല, എല്ലാ കാര്യങ്ങളും മിണ്ടാതെ അനുസരിക്കുന്ന ഒരു രീതി UDFനില്ല. കോൺഗ്രസിന്റെ അകത്ത് നിന്ന് വിമർശനം ഉണ്ടാകും, ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിമർശനം ഉണ്ടാകും. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയും. എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും അഭിപ്രായം പറയുകയും ചെയ്യും. നമുക്കറിയാം, ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനോടല്ല അതൃപ്തി അറിയിച്ചത്, മാധ്യമങ്ങൾക്ക് മുന്നിലാണ് എക്സൈസ് മന്ത്രി അതൃപ്തി അറിയിച്ചത്. ശരിയായ കാര്യങ്ങളിൽ മാത്രം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, UDF സർക്കാരിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നതും കഴിഞ്ഞ വർഷത്തെ LDF സർക്കാരിനെ പോലെ മുഖ്യമന്ത്രി എന്ത് കാണിച്ചാലും മിണ്ടാതെ അതങ്ങ് അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല MLA മാരും മന്ത്രിമാരും ഇത് ശരിയല്ല, തെറ്റ് കണ്ടാൽ തിരുത്തണം, അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ വിമർശിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാര്യം അങ്ങനെയാണ് കോൺഗ്രസിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ജനാധിപത്യം പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. ഏകാധിപത്യ രീതിയാണോ? വി.ഡി. സതീശൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ മറയ്ക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ സഭയിൽ ഈ കാര്യം ചോദിക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് അദാനി ഗ്രൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അദാനിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സർക്കാരിന് ലഭിക്കുന്നത്. ഇനിയായിരിക്കണമല്ലോ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി വ്യക്തമായ മറുപടികൾ സഭയിൽ പറയേണ്ടത്. എല്ലാത്തിനും ഇനിയിപ്പോ എന്തെങ്കിലും കള്ളത്തരം ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും വ്യക്തമായ മറുപടിയുമായിട്ടായിരിക്കും വി.ഡി. സതീശൻ സഭയിലേക്ക് വരിക. പ്രതിപക്ഷം വിഴിഞ്ഞത്തിന്റെ വിഷയത്തിൽ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചിരുത്താനുള്ള ഒരുപാട് ആയുധങ്ങൾ സതീശന്റെ പക്കൽ ഉണ്ടാകും. അത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടി, അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുമോ ഇല്ലയെന്ന് മാത്രമേ എനിക്ക് കണ്ടറിയാനുള്ളൂ.